അതായത് വാപ്പാനെ പരിചയമുള്ളവരൊന്നും നമ്മളെ ഒരു നല്ല ആർട്ടിസ്റ്റായിട്ട് ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. പാലക്കാടൻ പാകണ്ട കേൾക്കുന്നുണ്ട് നീക്ക് പായി നീ ചിരിക്കാതെ വേണ്ട പേര് തോംസേട്ടൻ ഞാൻ വരണ്ടിട്ടാ. മിമിക്രിയിലൂടെ അഭിനയ രംഗത്തെത്തി പിന്നീട് മിനി സ്ക്രീനിലെ മറിമായം എന്ന പരിപാടിയിലൂടെ ജനശ്രദ്ധ നേടിയ നിയാസ് ബക്കറാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം നിയാസ്. നമസ്കാരം. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ ഇപ്പോ പുതിയ സിനിമകള് ഒന്ന് രണ്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ മറിമായം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അഭിനയ രംഗത്ത് തന്നെ അങ്ങനെ സജീവമായി നിൽക്കുന്നു. മറിമായത്തിലേക്കുള്ള തുടക്കം എങ്ങനെയായിരുന്നു എന്ന് പറയാം? മറിമായത്തിലേക്കുള്ള തുടക്കം എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമ മാത്രം ഫോക്കസ് ചെയ്ത് പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ചാനൽ പരിപാടികളിലൊന്നും ഞാൻ അധികം അറ്റൻഡ് ചെയ്തിരുന്നില്ല. അവസരം ഉണ്ടായിരുന്ന പ്രോഗ്രാമുകൾക്ക് പോലും പോയിരുന്നില്ല. കാരണം മിനി സ്ക്രീനിൽ നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ സിനിമ കുറഞ്ഞാലോ അല്ലെങ്കിൽ അങ്ങനെ കുറയും അല്ലെങ്കിൽ വിളിക്കില്ല എന്നൊക്കെ ഒരു സംഗതിയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അങ്ങനെ ഒരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു. ഒരു പരിധി വരെ അത് സത്യമാണ്. നമുക്ക് പിന്നെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനൊക്കെ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സിനിമകൾ കിട്ടുമ്പോൾ ചെയ്യും. പിന്നെ അതല്ലെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാംസുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയിരുന്നത്. അപ്പൊ ആ ഇടയ്ക്ക് മനോരമയുടെ സ്റ്റാർട്ടിങ്, മനോരമ ചാനലിൽ നമ്മൾ ആ തുടക്കം നമ്മൾ അതിനോടുള്ള താല്പര്യത്തെ നമ്മൾ കാണുമല്ലോ. അപ്പോൾ അന്ന് ചാനലിലെ വളരെ പ്രത്യേകതയായിട്ട് തോന്നിയിരുന്ന ഒരു പ്രോഗ്രാമാണ് മറിമായം. അപ്പം മറിമായം സ്റ്റാർട്ട് ചെയ്ത ഒരു 8 എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം അന്ന് മണികണ്ഠൻ പട്ടാമ്പിയൊക്കെ അത് സ്റ്റാർട്ടിങ് മുതലേ ഉണ്ട്. മണികണ്ഠൻ പട്ടാമ്പി, സ്നേഹ ശ്രീകുമാർ, അവരൊക്കെ സ്റ്റാർട്ടിങ്ങിലേ ഉണ്ട്. അപ്പൊ എനിക്ക് ഇത് കൊള്ളാമല്ലോ, ഇതൊരു നല്ല പ്രോഗ്രാമാണ് എനിക്ക് മനസ്സുകൊണ്ട് തോന്നുകയും ചെയ്തൊരു പ്രോഗ്രാമാണ്. അപ്പോഴാണ് മണികണ്ഠൻ പട്ടാമ്പിയും ഞാനും അതിന് മുൻപ് ഒരു പരസ്യത്തിന്, മമാസ് എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ മമാസ് ഉണ്ടല്ലോ, മമാസിന്റെ ഒരു വർക്ക്, ഒരു പരസ്യം ചെയ്തിരുന്നു. ആ പരസ്യത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മണികണ്ഠേട്ടനും ഞാനും തമ്മിൽ പരിചയമുണ്ട്. അന്ന് ആ സമയത്ത് സ്വപ്നസഞ്ചാരി എന്ന് പറഞ്ഞിട്ടൊരു സിനിമയിൽ ഞാൻ, കമൽ സാറിൻ്റെ സ്വപ്നസഞ്ചാരി എന്നുള്ള സിനിമയിൽ ഒരു ആദിവാസി വേഷം, ഒരു ട്രൈബൽ ക്യാരക്ടറായിട്ട് ഞാൻ വന്നിരുന്നു. ഒറ്റ സീനുള്ളൂ, പക്ഷെ അത് അവരുടെ ആ സ്ലാങ് ഒക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നു. അന്ന് ഇത്തിരി മെനക്കെട്ട് അത് പഠിച്ച് ഞാൻ പറഞ്ഞതാണ്. പിന്നെ എൻ്റെ ഒരു അപ്പിയറൻസ് ഒക്കെ അങ്ങനെ തന്നെ ആക്കിയെടുത്തിരുന്നു അവർ. അപ്പം അത് മണികണ്ഠേട്ടൻ അന്ന് കണ്ടിട്ട് ഭയങ്കര അഭിപ്രായമൊക്കെ പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് പുള്ളിക്ക് ഒരു ക്യാരക്ടറുടെ ആവശ്യം വന്നപ്പോൾ എന്നെ ഓർമ്മ വന്നിട്ട് മണികണ്ഠൻ പട്ടാമ്പിയാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ മറിമായത്തിൽ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് മറിമായം പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നത്. അന്ന് ആർ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഡയറക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് നമ്മൾ പെർഫോം ചെയ്ത് ഇഷ്ടമായി. അങ്ങനെ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ തുടർന്ന് മനോരമയുടെ ഒരു പ്രധാന പ്രോഗ്രാമായ മറിമായത്തിൽ അങ്ങനെ സസ്റ്റെയിൻ ചെയ്തു. ഇപ്പൊ 13 കൊല്ലായി. പിന്നെ ഇപ്പൊ ഈ കലാജീവിതം എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു നീണ്ട വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയിട്ടുള്ളതാണല്ലോ. അതായത് ഇപ്പൊ വാപ്പ അങ്ങനെ ഒരു കലാ പാരമ്പര്യം തന്നെ ഉണ്ടല്ലോ, വാപ്പ സഹോദരൻ അങ്ങനെ. അപ്പൊ ആ ഒരു പാരമ്പര്യം എങ്ങനെയായിരുന്നു? അതായത് ഇതിനൊരു തുടക്കം വാപ്പയിൽ നിന്ന്? തുടക്കം വാപ്പയാണ് അഭിനയ രംഗത്തുണ്ടായിരുന്നത്. വാപ്പ 10-30 വർഷക്കാലം നാടകരംഗത്തുണ്ടായിരുന്നതാണ്. ചങ്ങനാശ്ശേരി ഗീത, കോട്ടയം നാഷണൽ തിയേറ്റേഴ്സിലൊക്കെ ആയിരുന്നു. വാപ്പ, അതായത് വാപ്പാനെ പരിചയമുള്ളവരൊന്നും നമ്മളെ ഒരു നല്ല ആർട്ടിസ്റ്റായിട്ട് ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. അതായത് അബൂബക്കറിന്റെ മക്കളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതിലിപ്പോൾ വലിയ അതിശയോക്തിയൊന്നുമില്ല എന്ന് പറയുന്ന ആള്. കാരണം അദ്ദേഹം അത്രയും നല്ല പെർഫെക്ഷനോടുകൂടെ ഓരോ കഥാപാത്രം ചെയ്യുന്ന ഒരാളായിരുന്നു. അതായത് നാടകരംഗത്ത് നല്ല പേരുള്ളൊരു ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് കണ്ട ആളുകൾക്കൊന്നും ഇപ്പം നമ്മുടെ വർക്കൊന്നും അത്ര വലിയ ഇതായിട്ട് നമ്മളെക്കാൾ അത്രയും മെച്ചപ്പെട്ട രീതിയിലായിരുന്നു. അപ്പോൾ വാപ്പയൊക്കെ ചെയ്തിരുന്ന ആ ഒരു വാപ്പാടെയൊക്കെ ഒരു കഴിവ്
അതിൻ്റെ ഒരു ജനറ്റിക് സ്വഭാവം ഒക്കെ നമ്മളിലുള്ളതുകൊണ്ടായിരിക്കും നമ്മളും ഇതിലേക്ക് ഈ രംഗത്തേക്കൊക്കെ വരാനുള്ള താല്പര്യമൊക്കെ നമുക്ക് ഉള്ളിൽ ഉണ്ടായതും അങ്ങനെ വരാൻ പറ്റിയതൊക്കെ. വാപ്പ തന്നെയാണ് ആദ്യത്തെ ഈ അഭിനയ രംഗത്തേക്ക് വന്ന ആദ്യത്തെ ആൾ നമ്മുടെ കുടുംബത്ത്. പിന്നെ നവാസും എൻ്റെ നേരെ താഴെ 2 വയസ്സിന് താഴെയാണ് നവാസ്. ഞാനിപ്പോൾ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ നമ്മൾ മിമിക്രി രംഗത്തു നിന്നല്ല ശരിക്കും വരുന്നത്, നാടക രംഗത്തു നിന്നാണ്. ഞാൻ ആദ്യം പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ആദ്യം പോകുന്നത് നാടകത്തിലേക്കാണ്. മാളാരവിന്ദൻ്റെ വല്ലവനാടൻ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സമിതി ഉണ്ടായിരുന്നു, അരവിന്ദേട്ടൻ്റെ. അപ്പോൾ അതിലൊരു ആർട്ടിസ്റ്റായിട്ടാണ് ഞാൻ ആദ്യം എൻട്രി ചെയ്യുന്നത്. നമ്മുടെ പ്രൊഫഷൻ, അഭിനയ രംഗത്തിൽ പ്രൊഫഷൻ എന്നുള്ള നിലയ്ക്ക് ഫസ്റ്റ് അതിനാണ് ജോയിൻ ചെയ്യണത്. അന്ന് ശ്രീമൂലം നഗരം മോഹൻ ചേട്ടൻ്റെ ഒരു കോടി ജന്മങ്ങളെ എന്ന് പറഞ്ഞൊരു നാടകമാണ് ചെയ്തത്. പിന്നെ അതിനുശേഷം തൃശ്ശൂർ സൂര്യയിൽ ആലിപ്പഴങ്ങൾ എന്ന് പറഞ്ഞിട്ട് വാസൻ പുത്തൂരിൻ്റെ ഒരു നാടകം, മുരുകൻ ചേട്ടനാണത് സംവിധാനം ചെയ്തത്. ഒട്ടകം മുരുകൻ എന്ന് പറയും. മറ്റത് മാളച്ചേട്ടനായിരുന്നു, വള്ളവനാടൻ തിയേറ്റേഴ്സിന് മാളച്ചേട്ടൻ തന്നെയാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ അതിന് ശേഷമാണ് സത്യത്തിൽ ഞങ്ങൾ സ്വന്തമായിട്ടൊരു മിമിക്രി ട്രൂപ്പ്. നവാസ് അന്ന് കൊച്ചിൻ കലാഭവനിലായിരുന്നു. നവാസിന് മിമിക് ആയിരുന്നു കൂടുതൽ താല്പര്യം. അപ്പോൾ നവാസ് കലാഭവനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അന്ന് കുറച്ച് സിനിമകളൊക്കെ ചെയ്തിരുന്ന സമയമാണ്. സ്വന്തമായിട്ട് ഞാനും നവാസും കൂടി ഒരു സമിതി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറേ നാൾ ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേജ് ഷോസ് അങ്ങനെ കുറേ പോയി. അതിനൊക്കെ ശേഷമാണ് പിന്നെ ഈ സിനിമയിലേക്കൊക്കെ ചെറിയ എൻട്രി ഒക്കെ കിട്ടുന്നത്. ഇഷ്ടം എന്നുള്ള സിനിമയാണ് എനിക്കൊരു ഒരു ക്യാരക്ടർ റോള് കിട്ടിയത്. അപ്പം അതിന് ശരിക്കും സിനിമയിൽ ഞാനും നവാസും കുറേ മുൻപ്, വളരെ മുൻപ്, ഭരതേട്ടൻ്റെ വെങ്കലം എന്നുള്ളൊരു സിനിമയുണ്ട്. വെങ്കലം മോള് ചിലപ്പോൾ ജനിച്ചിട്ടുണ്ടാവില്ല, ഒരു 30 വർഷം ആയിട്ടുണ്ടത്. അപ്പം അതിൽ ഒരു സീൻ, ഒരു ക്ലോസ് സീനും പിന്നെ നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള കുഞ്ഞു സീനുകളൊക്കെ നമ്മളെന്താ ചെയ്യണേ, നമ്മളെങ്ങനെയാണ് സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ നമ്മളെങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിക്കാണാനും ഒരു പരിശോധന നടത്താനൊക്കെ ഉള്ളൊരു ചാൻസ്, അത്രയേ ഉള്ളൂ. ഒരു ക്യാരക്ടർ റോളല്ല എങ്കിൽ പോലും ഭരതേട്ടൻ്റെ പടത്തിലാണ് ഫസ്റ്റ് നമുക്ക് ഒരു മുഖം കാണിക്കാനുള്ള അവസരം കിട്ടുന്നത്. അതൊക്കെ വലിയ ഭാഗ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഭരതേട്ടൻ്റെ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് ഇന്ന് ആലോചിക്കുമ്പോൾ പല ആർട്ടിസ്റ്റുകൾക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. അങ്ങനെയാണ് ഫസ്റ്റ് എൻട്രി നമുക്ക് ഉണ്ടായത്. പിന്നെ സിബി സാറിൻ്റെ ഇഷ്ടം എന്നുള്ള സിനിമയിലാണ് എനിക്കൊരു ക്യാരക്ടർ റോള് കിട്ടുന്നത്, ബാബുട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ. അതിനുശേഷം കമൽ സാറിൻ്റെ ഗ്രാമഫോൺ എന്നുള്ള സിനിമ, അങ്ങനെ കുറച്ച് സിനിമകളോളം 10-60 സിനിമയിൽ കൂടുതൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. മറിമായും ടീം എന്ന് പറയുന്നത് ഇപ്പൊ കുറെ ആയല്ലോ അവരെ കൂടെ. അപ്പൊ ഒരു സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ ഒരു കുടുംബം പോലെ ആയിരിക്കുമല്ലോ അവിടെ ഉള്ള ഒരു, അപ്പൊ അവിടുത്തെ ഒരു ലൊക്കേഷൻ വിശേഷങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ബന്ധം എങ്ങനെയാന്നുള്ളതൊന്ന് പറയാം. ബന്ധം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞില്ലേ, മോള് പറഞ്ഞ പോലെ തന്നെ ഒരു കുടുംബ ബന്ധം പോലെ തന്നെയാണ്. ഞങ്ങൾക്ക് മാസത്തിൽ ഏകദേശം 8 ദിവസത്തോളം അവിടെ ഷൂട്ട് ഉണ്ടാവും. മനോരമയിലൊരു ഫ്ലോറ് നമുക്കുണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട്. പിന്നെ അതിൻ്റെ പരിസരങ്ങളിലൊക്കെ ആയിട്ടാണ് ഷൂട്ട് നടക്കുന്നത്. ഞങ്ങൾക്ക് മാസത്തിലൊരു തവണ ഈ പറഞ്ഞ പോലെ ആ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് കണ്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും കാരണവശാലൊക്കെ നമുക്കൊരു ഷെഡ്യൂൾ പോകാൻ പറ്റാതെ വരികയൊക്കെ വെച്ചാൽ വലിയ വിഷമാണ്. ഞങ്ങൾക്കത് എല്ലാ മാസവും ഈ കൂടിക്കാഴ്ച തന്നെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും പരസ്പരം എല്ലാവരുടെയും ഫാമിലിയും കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫാമിലികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാറുണ്ട് വീടുകളിലേക്ക്. പിന്നെ അതല്ലാണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ച് ചില യാത്രകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഞങ്ങളൊരു ഒറ്റ ഫാമിലി പോലെ തന്നെയാണ് അതിലെല്ലാ മെമ്പേഴ്സും. അതിനകത്ത് വേറെ ആരും ഒരു ആർട്ടിസ്റ്റ് ഈഗോ സ്റ്റാർഡം പരിപാടികളൊന്നുമില്ല. ഏറ്റവും ഡൗൺ എർത്തായിട്ട് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുമാണ്. എല്ലാവരും നല്ല ആളുകളാണ്, നല്ല ആർട്ടിസ്റ്റുകളുമാണ്, നല്ല മനുഷ്യരുമാണ്. ഇപ്പോൾ സിനിമേനെ വെച്ച് കമ്പയർ ചെയ്ത് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറിമായത്തിലുണ്ട്. അപ്പോൾ എവിടെയാണ് ഒരു കൂടുതലൊരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ ഒരു അഭിനയിക്കാൻ കുറച്ചുകൂടെ ഒരു ഇഷ്ടം, ഒരു ബന്ധം കൂടുതലുള്ളത് ഏതിലാന്ന് പറയാൻ പറ്റുമോ?
ബന്ധം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളായിട്ട് കുറേ കൂടി അടുത്ത് ബന്ധം ഉണ്ടാവുമല്ലോ, കുറേ കൂടി നമുക്കൊരു ഫ്രീ ഒരു ഇത് തോന്നും. പിന്നെ സിനിമ എന്ന് പറയുന്നതും മിനി സ്ക്രീൻ എന്ന് പറയുന്നതും സ്റ്റേജ് എന്ന് പറയുന്നതും ഒക്കെ അഭിനയത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഡിഫറെൻ്റാണ്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു രീതികളുണ്ട്. നമുക്ക് മിനി സ്ക്രീനിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ആക്ടിങ് സ്റ്റൈല് സിനിമയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതിൽ രണ്ടിലും അപ്ലൈ ചെയ്യുന്ന ഒരു രീതി സ്റ്റേജിലേക്ക് പറ്റില്ല. സ്റ്റേജിന് കുറേ കൂടിയും നമ്മൾ അധികരിച്ച് കാണിക്കേണ്ടതായിട്ട് വരും. സ്റ്റേജിൽ നമ്മുടെ ശബ്ദമാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഇത്തിരി അധികരിച്ച് കാണിക്കണം. അതിൽ നിന്ന് കുറച്ചും കൂടി കുറച്ച ഒരു ആക്ടിങ് രീതിയാണ് മിനി സ്ക്രീനിൽ. മിനി സ്ക്രീനും നമ്മൾ ഈ പറഞ്ഞ പോലെ മിനി സ്ക്രീനിൽ ഇപ്പോൾ കൂടുതൽ ആളുകളും മൊബൈലിലാണ് കാണുന്നത്. അപ്പോൾ സ്ക്രീൻ ഒന്നും കൂടി ചെറുതായി. അപ്പോൾ കുറേ കൂടി വ്യക്തമാവാൻ നമ്മുടെ ചലനങ്ങളൊക്കെ ഇത്തിരി കൂടിയൊക്കെ അധികം കാണിക്കും. സിനിമയിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതിയിലുള്ളൊരു ആക്ടിങ് സ്റ്റൈലാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കുന്നതൊക്കെ മാറ്റി വെച്ചിട്ട് ബിഹേവ് ചെയ്യുക എന്ന് പറയുമല്ലോ, റിയലായിട്ട് നമ്മൾ വളരെ റിയലായിട്ട് ബിഹേവ് ചെയ്യും. ഇപ്പോൾ കുറേ കൂടി മാറി സിനിമകൾ. ഒരു 25 വർഷം പ്രതികാലം ഒരു 10 വർഷം മുൻപുള്ള ഒരു ആക്ടിങ് സ്റ്റൈല് പോലും അല്ല ഇപ്പം വരുന്ന സിനിമകളിൽ. നമ്മൾ ഓരോ പ്രാവശ്യവും അതിൻ്റെ വേരിയേഷനൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും കാലഘട്ടത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ അപ്പോഴത്തെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ മാറ്റപ്പെടുകയും വേണം. അതിങ്ങനെ എപ്പോഴും ഉണ്ടാവും. നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഈ ഫിലിം ഇൻഡസ്ട്രി എന്ന് മാത്രമല്ല, ഈ ഒരു ഇതിലേക്ക് എത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. അതായത് ഒരുപാട് ആ കഷ്ടപ്പാടുകളുടെ ഒരു കഥ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ വാപ്പയിൽ നിന്നാണെങ്കിൽ പോലും ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ഒരു ജേർണി പറയാൻ പറ്റുമോ? എല്ലാവർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നേക്കാൾ കഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ വേറെ ഉണ്ടാവും. അപ്പം അതൊന്നും അത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. കാരണം ഏതൊരു പ്രൊഫഷനിലേക്ക് വരുമ്പോഴും അതിൻ്റെ പുറകിൽ നല്ല സ്ട്രെയിൻ ഉണ്ടാവും. ഈസി ആയിട്ട് ഒന്നും നേടാൻ പറ്റില്ല, ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അങ്ങനെ ഈസി ആയിട്ട് നേടുന്ന ആളുകൾക്ക് അത് ഒരു ഭാഗ്യം പോലെ കുറച്ച് കാലം നിലനിൽക്കാന്നേ ഉള്ളൂ. അല്ലാതെ ഇൻപോണായിട്ട് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു എന്താ പറയുക, അവരോട് ചേർന്ന് കിടക്കുക എന്ന് പറയുന്നത്, നമ്മൾ എന്തൊന്നിനോടും ഉപവസിക്കുക എന്ന് പറയുമ്പോൾ അതിനടുത്തിരിക്കുമ്പോഴാണല്ലോ നമുക്ക് കൂടുതലും സ്വായത്തമാക്കാൻ പറ്റുക. അപ്പം എന്ന് പറഞ്ഞതുപോലെ അതിലൂടെ ശരിക്ക് അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ആ കഷ്ടതകളും അനുഭവിച്ച് അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു മാക്സിമത്തിലേക്ക് എത്താൻ പറ്റുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലാണ്ടും എത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. പിന്നെ ചില അത്ഭുതം തോന്നിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അതായത് ഇത്രയും കഷ്ടപ്പാടൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് വന്നിട്ട് വളരെ അനായാസം. അപ്പം അതൊക്കെ ഒരു ബോൺ ആർട്ടിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് പോലെ കിട്ടുന്നതായിരിക്കാം. നമ്മളൊക്കെ എന്തായാലും ഈ പറഞ്ഞ പോലെ ഞാൻ തെരുവ് നാടകം മുതൽ കളിച്ച് വന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അന്നൊന്നും ഈ പറഞ്ഞ പോലെ 10 പൈസയും കിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഭക്ഷണം പോലും എന്തെങ്കിലുമൊക്കെ ഒരു ഉപ്പുമാവും ചായയും പഴമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങളൊക്കെ അന്ന് ഈ നാടകങ്ങളുടെയൊക്കെ പുറകെ ഉണ്ടായിരുന്നത്. പ്രൊഫഷണൽ നാടക സമിതിയിലേക്ക് വന്നതിന് ശേഷം അതൊരു ചെറിയ ഒരു ശമ്പളം ഉണ്ടാവും. എന്നാലും അതൊക്കെ വളരെ ചെറിയൊരു സംഖ്യയൊക്കെയാണ്. 200 രൂപയ്ക്കാണ് ഞാൻ അന്ന് ഒരു നാടകത്തിന് പോയിരുന്നത്. അപ്പോൾ അക്കാലത്ത് 200 രൂപ കുറച്ചും കൂടിയൊക്കെ ഉണ്ട്. ഇന്നത്തെ വാല്യൂ അപേക്ഷിച്ച് ഒരു 25 വർഷം മുൻപ് കുറച്ചും കൂടിയൊക്കെ മൂല്യമുണ്ട്. എങ്കിൽ പോലും വലിയ കഷ്ടപ്പാടാണ്. നാടകം കൊണ്ട് മാത്രമൊക്കെ പിടിച്ചു നിൽക്കാൻ നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് വരെ തോന്നിപ്പോകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്കൊരു ഫാമിലിയൊക്കെ ആയി കഴിയുമ്പോൾ അവരെയും കൂടിയും അവരെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്തം കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരുമ്പോൾ ഈ ഒരു ചെറിയ ശമ്പളം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷേ നമുക്കിതിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം എന്ന് പറയില്ലേ, അഭിനയത്തിനോടുള്ള അല്ലെങ്കിൽ അഭിനയ കലയോടുള്ള നമ്മുടെ വല്ലാത്ത മോഹം, അതാണ് നമ്മളെയൊക്കെ അല്ലെങ്കിൽ ഒട്ടുമിക്ക കലാകാരന്മാരെയും
അതിൽ പിടിച്ചു നിർത്തുന്നത്. സാമ്പത്തികം നോക്കിയിട്ടല്ല എന്നൊന്നും അതിൻ്റെ പുറകിൽ നിന്നിട്ടുള്ളത്. പിന്നെ നമുക്കൊരു അതിൽ കുറേ കൂടിയൊക്കെ മികവ് കാണിക്കാൻ പറ്റുകയും പിന്നെ കുറേ കൂടിയൊക്കെ ജനശ്രദ്ധ കിട്ടിയൊക്കെ കഴിയുമ്പോഴാണ്, ഒരു ഐഡൻറ്റിറ്റിയൊക്കെ വന്നു കഴിയുമ്പോഴാണ് കുറച്ചും കൂടിയൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ ഒരു ശമ്പളമൊക്കെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതൊക്കെ ഇത്തിരി കൂടിയൊക്കെ കിട്ടുന്നത്. അതുവരെ നല്ല സ്ട്രഗിളാണ്. അപ്പം അത് സഹിക്കാതെ രക്ഷയില്ല, അത് ഇതിൻ്റെ ഭാഗമാണ്. അപ്പം അതിപ്പോൾ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല, അത് അതിൻ്റെ ഭാഗമാണ്. ഏതൊരു കാര്യത്തിനും അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോഴൊക്കെയാണ് കുറേം കൂടിയൊക്കെ ഒന്ന് നമ്മൾക്ക് ജീവിക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അതിനു മുൻപൊക്കെ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഇപ്പോൾ സിനിമയിലാണെങ്കിലും മറിമായത്തിലാണെങ്കിലും കോമഡി കഥാപാത്രങ്ങളാണല്ലോ അധികവും ചെയ്യുന്നത്. ഇപ്പോൾ ജാഫർ ഇടുക്കിയെ പോലെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ കോമഡി കഥാപാത്രം എന്നുള്ള ഇതിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു സീരിയസ് ക്യാരക്ടറൊക്കെ ചെയ്തു തുടങ്ങിയല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ സീരിയസ് ക്യാരക്ടേഴ്സ് ഇങ്ങനെ ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു ഇത് ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെ ചെയ്ത് നോക്കണം എന്നുള്ള ഒരു ഐഡിയ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം അഭിനേതാവ് എന്നുള്ള രീതിയിൽ കോമഡി എന്നോ സീരിയസ് എന്നോ ഒന്നും കാറ്റഗറി ചെയ്യപ്പെടില്ല. ഒരു അഭിനേതാവിൻ്റെ ഉള്ളിൽ ആഗ്രഹം എന്ന് പറയുന്നത് അവന് ഏത് കഥാപാത്രമാണോ കിട്ടണമെങ്കിൽ അത് ഭംഗിയായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ വിശ്വാസമാണ് അത്. അങ്ങനെ ആയിക്കോളണമെന്നില്ല എല്ലാവർക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ഇപ്പോൾ മറിമായത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും സ്റ്റേജിലാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് എന്താണോ അത് ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് കോമഡി പറയേണ്ട ഒരു ക്യാരക്ടറാണെങ്കിൽ കോമഡി, സീരിയസ് ആയിട്ടുള്ള ഒരു സംഗതിയാണെങ്കിൽ അത് ഏതാണോ നമ്മളിലേക്ക് ഒരു ഡയറക്ടർ നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം എന്താണോ അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി വൃത്തിയായിട്ട് അദ്ദേഹത്തിന് അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകിച്ച് ഞാനൊന്നും ഇതേവരെ കാറ്റഗറി ചെയ്ത് നിന്നിട്ടില്ല. ഞാനിപ്പോൾ മറിമായത്തിലാണെങ്കിലും എല്ലാ ടൈപ്പ് ക്യാരക്ടേഴ്സും ചെയ്യാറുണ്ട്, ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കുറേയൊക്കെ വിജയിക്കും, കുറേയൊന്നും ചിലപ്പോൾ അത്ര സക്സസ്ഫുൾ ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇന്നത് ചെയ്യാം അല്ലെങ്കിൽ ഇന്നത് ചെയ്യാം, ഇന്ന രീതിയിലുള്ള അഭിനയം മതി, അങ്ങനെയൊന്നും നമ്മൾ ഇതേവരെ അങ്ങനെയൊന്നും കാറ്റഗറി ചെയ്ത് വെച്ചിട്ടില്ല. അത് ഏത് ആർട്ടിസ്റ്റുകളാണെങ്കിലും അങ്ങനെ ആയിരിക്കും, അവർക്ക് കിട്ടുന്നതല്ലേ ചെയ്യാൻ പറ്റുക. നമ്മളൊരു ഡയറക്ടർ നമ്മളെ ഒരു നടൻ എന്നുള്ള നിലയിൽ ഇയാളെ കൊണ്ട് ഇന്ന വേഷം ചെയ്യിക്കാം എന്ന് ഒരു ഡയറക്ടർക്ക് ആണ് തോന്നേണ്ടത്. ഒരു സംവിധായകനാണ് നമ്മളെ എങ്ങനെ മോൾഡ് ചെയ്തെടുക്കാം എന്ന് തോന്നുന്നു. നമ്മളൊരു കളിമണ്ണായിട്ട് ഒരു ഇതുപോലെ നിൽക്കുക എന്നുള്ളത്, അവരാഗ്രഹിക്കുന്ന ശില്പം ആവാൻ നമ്മൾ ഫ്ലെക്സിബിളായിട്ട് നിൽക്കുക. അപ്പോൾ അത് ഏത് തരത്തിലുള്ള വേഷമാണെങ്കിലും ചെയ്യാൻ ശ്രമിക്കും. അത് വിജയിക്കുന്നത് ഏത് തരം കഥാപാത്രങ്ങളാണ് നമുക്ക് അറിഞ്ഞുകൂടാ. സീരിയസ് ആണെങ്കിലും കോമഡി ആണെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. പിന്നെ ഇപ്പോ മറിമായത്തിൽ ചെയ്യുന്നത് ഒരു ആക്ഷേപഹാസ്യം കൂടിയാണല്ലോ. അപ്പൊ അതില് എപ്പോഴെങ്കിലും ഇങ്ങനെ ഈ ഒരു ആക്ഷേപഹാസ്യം ചെയ്യുന്നതിൻ്റെ ഇതിലായിട്ട് എന്തെങ്കിലും ഒരു ആളുകളിൽ നിന്ന് ഒരു നെഗറ്റീവോ അങ്ങനെ എന്തെങ്കിലും ഒരു കളിയാക്കലുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ നമ്മളെ കളിയാക്കുന്ന ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കളിയാക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മളടക്കമടങ്ങുന്ന സമൂഹമല്ലേ, അല്ലാതെ നമ്മൾ വേറെയും പറയപ്പെടുന്ന അല്ലെങ്കിൽ കേൾക്കുന്നവർ വേറെ അല്ലല്ലോ. ഞാൻ എൻ്റെ നേർക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ഈ സമൂഹത്തിൽ ഒരാളാണ് ഞാനും. അപ്പോൾ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പല കുറവുകളും നല്ലതും ഒക്കെ എന്നിലും ഉണ്ടാവാം. ഇവിടുന്ന് മാറ്റി വേറൊരാളോട് നമ്മൾ പറയുന്നല്ല, നമ്മൾ അടങ്ങുന്നൊരു സമൂഹത്തോടാണ് നമ്മൾ ഒരു സറ്റയർ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്. നമ്മൾ ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ തുള്ളൽ ഇതിൽ ഈ പറഞ്ഞ പോലെ സമൂഹത്തിലുള്ള ഇത്തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്തിട്ടൊക്കെ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ഒരു സംഗതിയല്ല. ഇന്നിപ്പോൾ അത് മറിമായം പോലുള്ള പ്രോഗ്രാമിലൂടെയും വരുന്നു എന്നുള്ളൂ. എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. അത് സമൂഹം അതിനെ ആ രീതിയിൽ തന്നെയാണ് കാണുന്നതും. ഇപ്പോൾ ഒരുപക്ഷെ
നമ്മൾ പറയുന്ന ആരെ കുറിച്ചാണോ അവര് നമ്മളോട് നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ കിട്ടണേ, ഇത് എങ്ങനെ മനസ്സിലായതെന്നാണ് ചോദിക്കാറ്. നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് മനസ്സിലാവണേ, ഇത് എവിടെ നിന്ന് കിട്ടി ഇത്തരം വിഷയങ്ങളൊക്കെ? അപ്പോൾ അവർക്ക് അനുഭവമുള്ള കാര്യങ്ങളായിരിക്കും പലതും. പിന്നെ ഇപ്പൊ നമ്മൾ ഒരാളെ ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഭൂരിഭാഗത്തെ അല്ല നമ്മൾ പറയുന്നത്. കുറച്ച് ആളുകൾ അത്തരക്കാരുണ്ടാവും. അവർക്ക് നേരെ ഇപ്പൊ ഒരു പഞ്ചായത്ത് ഓഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഞ്ചായത്ത് ഓഫീസിലുള്ള എല്ലാവരും അങ്ങനെയല്ലല്ലോ. എല്ലാവരും അങ്ങനെയല്ല. ചിലപ്പോൾ 1-2 ആള് ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാം. ആ ആളുകളായിരിക്കും മൊത്തം ആളുകൾക്ക് ദോഷം ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ കൈക്കൂലി മേടിക്കുന്ന ഒരാൾ ഒരു ഓഫീസിൽ കൈക്കൂലി മേടിക്കുന്ന എല്ലാവരും കൈക്കൂലി മേടിക്കുന്നവരായിരിക്കില്ല. നമ്മൾ പക്ഷെ ആ കൈക്കൂലി മേടിക്കുന്നവരെയാണ് പറയുന്നത്. അത് പറയുമ്പോൾ മൊത്തത്തില് പറയുന്നത് പോലെ ഉണ്ടാവും. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. എല്ലാവരും അങ്ങനെയല്ലോ. അതിലുള്ള നല്ല പ്രവൃത്തികളും നമ്മൾ എടുത്തു പറയാറുണ്ട്. അപ്പൊ ഇത് നമ്മള് സമൂഹത്തിനോടുള്ള ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ഇത്തരം മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെയല്ലേ പറ്റുള്ളൂ. വിമർശനങ്ങൾ എപ്പോഴും ഉണ്ടാവും. പിന്നെ മറ്റൊന്നെന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് ആളുകൾ വിമർശിക്കുക. അപ്പം വിമർശനം പേടിച്ചിട്ടൊന്നും ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. അപ്പം നമ്മൾ ഇപ്പോൾ തിരിച്ച് നമ്മളോടും ഉണ്ട് അത്തരം വിമർശനങ്ങൾ. ഇപ്പോൾ ഇത്തരം പ്രോഗ്രാമുകൾ ചെയ്യുന്ന ആളുകളായിട്ടുള്ള നമ്മളോടും സമൂഹത്തിന് ചോദ്യം ചെയ്യാലോ. ആ ചോദ്യങ്ങൾ ഉണ്ടാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ വിമർശനങ്ങളെ ഭയപ്പെട്ടിട്ട് നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇപ്പോൾ മറിമായത്തിൽ തന്നെ എടുത്തു നോക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് ഭാഷകൾ അല്ലെങ്കിൽ ഭാഷ ശൈലികൾ ഉപയോഗിക്കാറുണ്ടല്ലോ. അതായത് ഇപ്പോൾ തൃശ്ശൂർ അല്ലെങ്കിൽ പാലക്കാട്, മലപ്പുറം അത്തരത്തിലുള്ള ഒരു ഭാഷാ ശൈലി തന്നെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അതിങ്ങനെ സാധിക്കുന്നത്? ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഷകൾ ഇങ്ങനെ ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ പറ്റുന്നത്? അത് നമ്മുടെ പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ. ചെയ്തു പോണാണ്. നമ്മുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് അത്തരം ചില സംഗതികൾ വരുമ്പോൾ അത് എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ. അപ്പോൾ അതിനുള്ള എന്തൊക്കെ ട്രിക്സ് ആണോ അതൊക്കെ ഉപയോഗിക്കാം. പിന്നെ എനിക്ക് ഈ സ്ലാങ് ഒക്കെ പറയാൻ ഇഷ്ടമാണ്. പിന്നെ അത് പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള എല്ലാ സംഗതികളും പഠിക്കുന്നത് പോലെ തന്നെ കുറച്ച് അത്തരം കാര്യങ്ങളോട് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് പഠിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. പലപ്പോഴും നമ്മൾ സ്ലാങ് എന്തെങ്കിലും 1-2 വാക്ക് പറയുന്ന പോലെയല്ല. ഒരു ക്യാരക്ടറിനെ, ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടറിനെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ഭാവത്തിലും ആ ഭാഷ അല്ലെങ്കിൽ ആ സ്ലാങ് ഉപയോഗിക്കാൻ പറ്റണം. അപ്പോൾ സങ്കടം വരുമ്പോഴും അതേപോലെ നമുക്ക് ദേഷ്യം വരുമ്പോഴും സന്തോഷമായിട്ടുള്ളൊരു കാര്യം പറയുമ്പോഴൊക്കെ നമുക്ക് ആ സ്ലാങ് വിട്ടുപോകാതെ പറയാൻ പറ്റണം. അത് ഒരു കുഞ്ഞ് റിസ്ക് അതിലുണ്ട് നമ്മൾ പ്രയോഗിക്കുമ്പോൾ. അപ്പോൾ അതിനു വേണ്ടി ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായേ പറ്റുള്ളൂ. ഞാൻ ഈ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ പാലക്കാട് സ്ലാങ്ങൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. പാലക്കാടുള്ളവരൊന്നും ഇപ്പം അങ്ങനെ പറയുന്നൊന്നുമില്ല. പഴയ ആളുകളുണ്ടല്ലോ, പ്രായമായ ആളുകളൊക്കെ, അവരൊക്കെ ഈ ചായക്കടകളിൽ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്തൊക്കെ കുറേ അവരുടെ ആ ഒരു സ്ലാങ്, അവരുടെ ഒരു ശൈലിയൊക്കെ അങ്ങനെ കേട്ട് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ഇത് പഠിപ്പിക്കാനൊന്നും ആരുമില്ല. നമ്മൾ കുറേ പിന്നെ പാലക്കാട്ടുകാരായിട്ടുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ നമ്മൾ ഇത് ആവശ്യം അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരിങ്ങോട്ട് ആ ഒരു ശൈലിയൊക്കെ പറഞ്ഞു തരും, അവരുടെ പരിചയവും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറേയൊക്കെ ഒബ്സർവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതൊക്കെ. അങ്ങനെ എല്ലാ ശൈലിയും ഞാൻ അങ്ങനെ പറയാൻ ശ്രമിക്കാറുണ്ട്. കുറേയൊക്കെ വൃത്തിയാവാറുണ്ട്, ചിലതൊക്കെ വൃത്തിയോട് പോകാറുണ്ട്. അപ്പം എന്നാലും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരു ദൈവാനുഗ്രഹമാണല്ലോ നമുക്ക് അങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. പാലക്കാട് സ്ലാങ് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടാ? ഈ സിനിമ ഇതില് മറിമായം കാണാറുണ്ടാ? മറിമായം കാണാറുണ്ട്. മറിമായത്തില് ശീതളം എന്നുള്ള ക്യാരക്ടറും കോയ എന്ന് പറഞ്ഞ 2 ക്യാരക്ടറാണ് ഞാൻ ചെയ്യണത്. ഈ കോയ മിക്കപ്പോഴും മലപ്പുറം സ്ലാങ് ആണ് പറയാറ്. ശീതളം എന്നുള്ള ക്യാരക്ടർ വരുമ്പോഴാണ് ഞാൻ ഈ തൃശ്ശൂരും പിന്നെ അതേപോലെ പാലക്കാട്, ചില സമയത്ത് പെരുമ്പാവൂർ സ്ലാങ്ങൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ കിട്ടിയതാട്ടോ. പിന്നെ ഈ കോട്ടയം സൈഡിലുള്ള ആ ഒരു ശൈലി ഒക്കെ ഉപയോഗിക്കാറുണ്ട്.
ഇപ്പോൾ നിയാസ് ഖാന്റെ ഭയങ്കര എന്താ പറയുക ജനശ്രദ്ധ നേടിയിട്ടുള്ള ഒരു ഭാഷയാണ് പാലക്കാടൻ ഭാഷ. അപ്പൊ ആ പാലക്കാടൻ ഭാഷ നമുക്ക് വേണ്ടിയിട്ടൊന്ന് ചെയ്തു തരാൻ പറ്റും? പാലക്കാടൻ ഭാഷ എന്താ കേൾക്കണ്ടത് എനിക്ക് വേറെന്താണ് നീ ചിരിക്കാണ് വേണ്ട പേര്? എന്റെ പേര് സഫാന. സഫാനാണ്. നല്ല പേരാണ് കുട്ടി. നന്നായി. ഇതിപ്പോ എന്താണ് പരിപാടി നിങ്ങളുടെ? മീഡിയ വണ്ണിന്റെ പ്രോഗ്രാമാണ്. മീഡിയ വണ്ണിന്റെ പരിപാടിയാണ്. ഞാൻ കാണാറുണ്ട്. എന്താ രസം, നല്ല പരിപാടിയാണ്. ശരി ടോളി, ആയിക്കോട്ടെ, നന്നായി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പാലക്കാട് സ്ലാങ് എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചേക്കണത്. ഇങ്ങനെ പല സ്ഥലത്തേക്ക് മാറുമ്പോഴും ഇതിലൊക്കെ കുറേശ്ശൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇത് തൃശ്ശൂരിലേക്ക് മാറുകയാണെങ്കിൽ എന്താ കേട്ടോ എന്നൊക്കെ പറഞ്ഞത് ദന്തുട്ടിഷ്ടത് ഇതെവിടേക്കാ പോണേ തോമസേട്ടൻ ഞാൻ വരണ്ടിട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ശൈലിയിലേക്ക് മാറും അത്. ഇത് തന്നെ മലപ്പുറത്തേക്ക് മാറുമ്പോൾ ഈ ഞാൻ കോയ എന്നുള്ള ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മലപ്പുറം സ്ലാങ് മാത്രമല്ല മലപ്പുറവും കോഴിക്കോടൊക്കെ മിക്സ് ചെയ്തൊക്കെ വരുന്നൊരു രീതിയിലാണ് ഞാൻ സംസാരിക്കാറ്. അതിലേക്ക് പറയുമ്പോൾ എന്താ എൻ്റെ ചങ്ങായി പറഞ്ഞത്, ഓർക്ക് ഇപ്പൊ എൻ്റെ ഒന്നും ഒരു കാര്യമില്ലാതെ മൂപ്പര് ഓരോരോ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞുണ്ടാക്കിയിട്ട് എന്താ കുട്ടി എൻ്റെ വിശേഷങ്ങളൊക്കെ, ഇങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ ഒരു ശൈലി. അത് കൂടുതലും ഞാൻ കുറച്ചും കൂടി പ്രായമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് കൂടുതലും ചെയ്യുക. ചേഞ്ച് ആയിട്ടൊക്കെ ചെയ്യാറുണ്ട് എങ്കിൽ പോലും ഇങ്ങനെ കൂടുതലും പ്രായമായിട്ടുള്ള കോയയുടെ വേഷം ആണ് ചെയ്യുക. ഇത് തന്നെ ഈ കോട്ടയം ഭാഗത്തേക്കൊക്കെ എന്നാണേ ഇയാൾ എന്നാ ഈ പറയുന്നേ, വലിയ വർഷമായി കേട്ടോ, അങ്ങനെ അങ്ങോട്ട് പോയിരിക്കുക. ഇങ്ങനെയൊക്കെ ഒരു ശൈലിയും കുറച്ച് സ്പീഡും ഇതൊക്കെ ഏതാണ്ടൊക്കെയാണ് കേട്ടോ നമ്മൾ പറയണം. അല്ലാണ്ട് കറക്റ്റ് ആ സംഭവം ഒന്നും പിടിക്കാൻ നമുക്ക് പറ്റില്ല. എങ്കിലും ഏതാണ്ടൊക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു പോകും. ഇവിടെ പെരുമ്പാവൂര് ശൈലി, ഇപ്പോൾ ഇവിടെ ആലുവെന്ന് വളരെ കുറച്ച് വ്യത്യാസമുള്ള ഈ പെരുമ്പാവൂരിലേക്ക് അവിടെ അത്രയും മാറുമ്പോഴത്തെ തന്നെ അവിടുത്തെ ചില ആളുകളുടെ പോയാർന്നോ വന്നാർന്നോ ഇല്ല പുള്ളിക്കാരൻ എന്തുട്ടാ പറഞ്ഞേ, ഞാൻ പോയാർന്നേ വല്ല കാര്യമുണ്ടോ, ആ ചെറുക്കൻ അവിടെ ചായക്കടയിൽ നിന്നിട്ടും പണിയെടുത്തായിരുന്നാ പിന്നെ അങ്ങോട്ടാ പോയേ, ഇങ്ങനെ ഒരു ശൈലിയാ. ഇതിങ്ങനെ ശരിക്കും ഇപ്പം ഞാൻ പറയില്ലേ ഈ മലപ്പുറം തൃശ്ശൂര് പാലക്കാട് എന്നൊക്കെ പറയുന്നത് കണക്ട് ചെയ്ത് കിടക്കുന്ന ജില്ലകളാണ്. ചെറിയ ചെറിയ വ്യത്യാസത്തിൽ പോലും നമ്മുടെ നാട്ടില് നമ്മുടെ ഈ സ്ലാങ് മാറുന്നത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ എനിക്ക് ഈ ഒരു രസം പിടിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം തോന്നിയത് കൊണ്ടാണ് ഞാനതൊക്കെ ഇങ്ങനെ പരമാവധി പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ എനിക്ക് അതിന് ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ച് നല്ല അഭിപ്രായം പറയാറുണ്ട്. പിന്നെ ചിലവര് ഇങ്ങനെ അത് കുറച്ചും കൂടിയൊക്കെ മെച്ചപ്പെടുത്തണം അങ്ങനെയും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ 100% പെർഫെക്റ്റ് ആയിട്ടല്ല നമ്മൾ, എങ്കിലും അതൊക്കെ പറയാൻ ശ്രമിക്കുകയാണ് നമ്മൾ. ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് യോജിച്ച് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ് ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴേ. 100% ഒന്നും പറ്റിക്കൊള്ളണമെന്നില്ല, എങ്കിലും ഏറെക്കുറെയൊക്കെ വിജയിച്ചിട്ടുണ്ട് അതിൽ. അപ്പോൾ എന്തൊക്കെയായാലും നമ്മളെ കൂടെ ഇത്ര നേരം നിന്ന് സംസാരിച്ച് നമ്മളോട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച നിയാസ്കക്ക് നന്ദി. അപ്പോൾ എന്തായാലും ഇനിയും തുടർന്ന് നല്ല നല്ല പുതിയ ഫിലിമിലായാലും നല്ല നല്ല തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു.